ഫോട്ടോല്ല വീഡിയോ ഷോട്ട് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ചെയ്തൊരു വീഡിയോ ആക്കിയിട്ട് നിനക്ക് ഞാനൊരു ഉമ്മൻ ചരട്ട കള്ള അതിനെടുക്കാൻ പറ്റില്ല ഐഫോൺ അല്ലേ. എന്താ ഡേറ്റ് വന്നാ സാറിനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളൂ അല്ലേ? ആലുവ പോകുന്ന റൂട്ടിലൂടെ മെട്രോ രാത്രി ആലുവ മെട്രോ റൂം മറ്റേ ബെഡ് ഷെയർ അങ്ങനെയല്ല, ഞാൻ രാത്രി അവിടെ ഉണ്ടായിരുന്നു. കണ്ടു താനൊന്ന് ഞെട്ടിയതും പെട്ടതും മുങ്ങിയതും ആ ഏരിയയില് ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി ഇപ്പൊ പഴയ 90s അല്ലേ. നമുക്ക് കിട്ടുന്ന എമൗണ്ട് നമുക്ക് കറക്റ്റ് രീതിയിൽ യൂസ് ചെയ്യും. എമൗണ്ട് എല്ലാം അവിടെയും കിട്ടും ഇവിടെയും കിട്ടും. പക്ഷെ എങ്ങനെ നമുക്ക് കറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ, എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. അതെ, എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുഫായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം വിധിയുടെ വിളയാട്ടം. അത് മാത്രല്ല, അവിടെ ഒരു പുതിയ പിള്ളേർക്ക് പ്രശാന്തിനെ അറിയാം. പുതിയ പിള്ളേർക്കാ മറ്റേ വീഡിയോയിലുള്ളതായിരിക്കും. അതല്ലല്ല അല്ലാതെ അറിയാം. എന്നാ ഞാൻ എല്ലാം തുറന്നു പറയാം. പറയ് പക്ഷെ ആരോടും പറയരുത്. ആരോടും പറയില്ല. പറയട്ടെ വാക്കുതാ. പ്രശാന്താണ് എല്ലാവരുടെയും മോട്ടിവേഷൻ. താടി വെച്ചിട്ട് മെലിഞ്ഞ ഒരു ഏഭ്യൻ ഇതിലെങ്ങാനും ചുറ്റിക്കറങ്ങണ നിങ്ങൾ കണ്ടുവോ? ഇതുപോലെ ഇരിക്കുന്ന ആളാണോ? ആനന്ദ് അവന്റെ പ്രൊമോട്ടർ. ആനന്ദാണ് ഇവനെ വിറ്റത്. പുതിയ കടയായിരിക്കും അവന്മാർ തന്നെ പേര് മാറ്റുന്നത്. അവന്മാർ ഒരേ പേരിൽ ആൾക്കാർ വരാൻ മടിക്കും. പുതിയ കടയെന്ന് പറയുന്നത് വീണ്ടും ആൾക്കാർ വരും. ആ ഒരു ആരും കയറാതെ ഒരു ദിവസം നമ്മൾ മാന്തി അയക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ഇവിടെ നേടുന്ന ആൾക്കാർ ഫുൾ അവിടെ ഒരാൾ പോലും കയറി. നമ്മൾ പോയി കയറി ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്നു, സുഖമായിട്ട് പോകുന്നു. ജോലിയൊന്നുമില്ല. ജോലിയാ വർക്കൊന്നുമില്ല. ജോലി നല്ലോണം മലയാളം പറയും പഠിച്ചെന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ഞാൻ വിളിച്ചപ്പോ ഇവിടെ ആനന്ദ് അവിടെ എത്തിക്കാം. അവിടെ ഇവിടെ റേഡിയോ എന്നൊക്കെ ഈ ജനത്തിന്റെ അടുത്തിരിക്കണം. അപ്പൊ കൂടുതൽ ക്യാമറയിൽ ഫോക്കസ് ആണ്. നമ്മളിപ്പോ ലുലു മാളിലേക്ക് പോണു ഗൈസ്. ജോജി ഫ്രണ്ടിലേക്ക് പോയി നമ്മൾ ബാക്കിലേക്ക് പോകും. എല്ലാ സീസണും ഡാർക്കും മറ്റേ ലോസ്റ്റ് ഒന്നും അങ്ങനെയല്ല. അതാ എനിക്ക് പറഞ്ഞ മറ്റേ പിങ്ക് ഓറഞ്ച് ചെയ്യില്ല എന്താ കണ്ടല്ലോ. ഇവന് മറ്റേ ഇന്ററാക്ഷൻ മതി തോന്നുന്നു അവര് തമ്മിലുള്ള മതി. എനിക്കിഷ്ടപ്പെട്ട സീരീസ് എന്താ പറയാ, ഈ എല്ലാ സീസണും എല്ലാ എപ്പിസോഡും അല്ല എല്ലാ സീസണും ഒരേ ഇതിൽ വന്ന് അങ്ങ് പോവാ. നീ പറഞ്ഞ പോലെ മറ്റേ പ്രേതത്തിന്റെ ഇല്ല എന്താ പേര്, സൂപ്പർ നാച്ചുറൽ മെയിൻ കഥ ഉണ്ട്. ഇതൊക്കെ സൈഡ് കഥ നീ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സീസൺ അത്ര ഹിറ്റായി. 15 സീസൺ ഓടിയത് അതുകൊണ്ടാണ്. ചിലപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നല്ല. എനിക്ക് മറ്റേ അല്ലല്ല, ഇവന് ഓറഞ്ച് ബ്ലാക്ക് അങ്ങനത്തെ സാധനം ഇഷ്ടം. അല്ല ജോജിയല്ലേ ജോജി പൊക്കോളും. ഇല്ലില്ല ജോജിയല്ലേ ഇനി അവിടെ തിട്ട് കാണാൻ ഗൈസ്. നമ്മളിപ്പോ KFC എത്തിയിരിക്കുകയാണ്. പ്രശാന്തിന്റെ ചെലവ അങ്ങനെയൊന്നും ഇല്ലെന്നൊക്കെ. ആ ലെഗ് പീസ് ഒന്ന് കടിച്ച് കാണിച്ചു വിടുന്നു സീൻ. ഇത് കഴിഞ്ഞിട്ട് ബോളിങ്. ഫസ്റ്റ് ഫുഡ് ദെൻ ഗെയിം. എങ്ങനെയാണ് വെക്കാം എന്താ വീണല്ലേ സെറ്റ് ഗൈസ്. നമ്മളിപ്പോ പൂള് കളിക്കാൻ പോണേ. പൂൾ ഗൈസ്. ഇവൻ ജോജി, ഞാൻ ടീം, അവന്മാര് 3 പേരും ടീം എന്നൊക്കെ കറങ്ങി പൊങ്ങി വന്നടിക്കുന്നത്. എന്തടിയാണോ അത് സ്റ്റാറിനൊക്കെ. ഓ
ആരുടെ വിജയ അടുത്ത ഞാൻ ഞങ്ങൾ ജയിക്കും നീ കളിയൊക്കെ. അവര് വീണ അവരുടെ കോളത് സോളിഡ് ആണ് സോളിഡാണ് എടുക്കുന്നത്. അപ്പൊ നമ്മുടെ സ്ട്രൈപ്സ് ഇതുപോലത്തുള്ള സ്ട്രൈപ്സ് അതിലിപ്പോ അടിക്കാൻ പോകുന്നു. അങ്ങനെ തുള്ളിച്ചടും. അത് തന്നെ അവന്മാർക്ക് രണ്ടെണ്ണോ? അവന്മാർക്ക് രണ്ടെണ്ണം കേസ്. അവന്മാർ പ്രോ പ്ലെയറാ. പ്രശാന്ത് പ്രോ. സീൻ. അത് പോവല്ലോ. നമ്മൾ 8 ബോൾ പൂളുകൾ നമ്മൾ അവസാനത്തെ അമ്മറക്കി നമുക്ക് 1-2 എന്നൊക്കെ. കഴിഞ്ഞ എന്റെ അല്ല ജോജിടാ. ജോജിക്കാണോ വാക്യം? ജോജി നേരെ വെച്ചോ. പ്രോ പ്ലെയർ അല്ലേ? സമ്മതിച്ചില്ലേ? പോടാ 0-1. ഓ ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞത് ഓ രണ്ടാമത്തെ കളി. ഇവിടുന്ന് അടി ഇങ്ങ് പോകും. ഇതങ്ങ് തെറിച്ചങ്ങ് പോകും. അടി വെള്ളം കഴിഞ്ഞ് തോറ്റു. 1-1 എന്നൊക്കെ. ജീവികൾ അങ്ങനെ തങ്ങളാണ് അതേടാ ജീവിത അങ്ങനെയല്ല എടുത്തുണ്ടാവും. Oh,
ആര് ജയിച്ചടാ? നമ്മൾ ജയിച്ചിരിക്കുന്നു. ബ്രോ അവസാനത്തെ കളിയിൽ എല്ലാ ടീമിന്റെയും റൗണ്ട് ഒരാൾ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നീടും തോത്ത്. ഞാൻ കളിക്കട്ടെ ഒരു സ്ഥലത്ത് ഇരുന്ന ഇനി പറയില്ലൊന്നും. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും. ക്യാമറ ഓഫ് ആക്കുമ്പോ പൂളാണ് ഏറ്റവും ക്യാരക്ടറിനൊക്കെ അത് നീ ഇത്രയും കളിച്ചിട്ടല്ലേ? ഇത് നീ എത്ര തവണ കളിച്ചിട്ടുണ്ട്? എത്ര പത്തല്ലേ? ക്യാരംസ് 10, 20, 25 തവണ കളിച്ചിട്ടാണ് നേരെ ആയിട്ടുള്ളത്. കമ്പനിയിൽ അറിയാല്ല നേരാവാൻ ഭയങ്കര പാടാണ്. ഇനി ഇതിനെ ട്രെയിൻ പഠിക്കണം. ഡ്രൈവിംഗ് എന്താണെന്ന് അറിയില്ല. ജഗത്തിനെ ഞാൻ നിന്നെ പഠിപ്പിച്ചോടാ. ശനി ഞായറൊക്കെ നേരത്തെ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ അവരെയും വണ്ടി എടുത്തിട്ടുണ്ടല്ലേ കിടക്കണോ? ഇവിടെ അയർലൻഡിലാണ്. അയർലൻഡ് ചേച്ചിയാണ്. അയർലൻഡ് ചേച്ചിയാണ്. பாசங்கள் நேசங்கள் ஏதுமே இன்றி வாழ்ந்திடும் வாழ்க்கையோ வாழ்க்கை இல்லை. பிரிந்தே நாம் வாழ்கின்ற போதிலும் நினைவுகள் நம்மை சேர்த்திடுமே. அழகாய் பூ பூத்திட வேண்டிய வேர்கள் நீர் ஈர்த்திடுமே. നമ്മളിപ്പോ സ്റ്റെപ്പ് കയറി പോയാണ്. എന്നിട്ട് എന്തെന്ന് എടാ അതല്ലടാ, അത് ഫസ്റ്റ് ഫ്ലോറല്ലേ? സെക്കൻഡ് ഫ്ലോറാ. ഞാനല്ല പ്രശാന്ത്. ഇനി 4 മണിക്ക് മുമ്പേ അവിടെ എത്തണം. 4:30 എത്ര? 4:20. ബാക്കിയിരിക്കുന്ന ഒരാളെ ഞങ്ങളുടെ ബാങ്ക് എടുത്തില്ല. സൗത്താ പെട്ടെന്ന് വഴി പറഞ്ഞു. ഓണാണല്ലോ. എന്നിട്ട് ലൈറ്റ് ഒന്നും കത്തുന്നില്ല. വണ്ടി ഓണായില്ലേ? എന്നിട്ട് പൈസ കൊടുക്കണല്ലോ അവിടെ എത്ര? മറ്റേ ബില്ലെടുത്തേക്കടാ. ബില്ലൊക്കെ എടുത്തിട്ട് അല്ല ട്രെയിൻ റണ്ണിങ് സ്റ്റാറ്റസ് നോക്ക്. ചിലപ്പോൾ ട്രെയിൻ ലേറ്റ് ആയിട്ട് വരും. ലേറ്റാണ്. 20 ലേറ്റാണ്. പറ്റുമെങ്കിൽ നോക്കാം. അല്ലെങ്കിൽ അല്ല ഇനി അവിടെ നിന്ന് ബ്ലോക്ക് ഉണ്ടാവും. എടാ ഇത് തുറന്നിട്ടെന്നെ അടിപൊളിയായിരുന്നു. ബാക്കി കൂടി പോയിരുന്നു. ഇത് നോക്ക് ചാടാനോ പൊട്ടിച്ചിട്ടുണ്ട് ബാരിക്കേറ്റൊക്കെ. അത് ശരിയല്ലേ? ഇത് തുറന്നിട്ടാ അപ്പുറത്തേക്ക് എത്താം. അവിടെ വഴിയാ. നോക്കുക. ഇത്ര ഉള്ളു വഴി. വിഷമൊന്നൊക്കെ വീഡിയോ എടുത്ത മൈരനെ അടിച്ചു കൊല്ലണല്ലോ. നമുക്ക് വിഷമം പറയണ്ടാ. വിഷമ നാട്ടുകാരെ കാണിക്കുന്നത് എന്തിന്? നാട്ടുകാരെ കണ്ട കാണ്ടരെ കണ്ടാ മതി. നാട്ടുകാർ ആരും കാണുന്നില്ല. ഓഫ് ചെയ്യടാ. ഓഫ് ചെയ്ത് എന്താന്ന് വെച്ചാ ഞാൻ ഇങ്ങനെ കുറച്ച് ദൂരമൊക്കെ ട്രാവൽ ചെയ്യാന്നൊക്കെ പറഞ്ഞാ വന്നത് അടുത്തിപ്പോ. ഇത് പക്ഷേ ഇവിടെ എങ്ങനെ കരയില്ലടാ. കണ്ണ് ഇറങ്ങിട്ടുണ്ടെങ്കിലേ എനിക്ക് കണ്ണാടി കൂടി കാണാം. ഊഫ് കണ്ടാ. നമുക്ക് വരാം അടുത്ത മാസം. മണ്ട വീഡിയോ ഓഫ് ആടാ. അല്ല വീഡിയോ കാണാം. ഇനി എന്താ പരിപാടി? ആരെങ്കിലും കല്യാണം ഉണ്ടോ? പക്ഷെ അത് കെട്ടുന്ന ഒരു വേണ്ട. അത് കെട്ടണ്ട. എന്താ കെട്ടിയാൽ നമുക്ക് ചിലവൊന്നും നടക്കില്ല. വന്നോളൂ. എന്തിനു കേട്ടോ? മഹേഷിനെ കൊണ്ട് കെട്ടിപ്പിക്കുക. അതെ പ്രശാന്തിനെ. അല്ല ജിത്തുവിനെ കെട്ടിപ്പിക്കുന്നു. കേട്ടോ മഹേഷിനെ കൊണ്ട് കെട്ടിപ്പിക്കാന്ന്. ജീവി ഉണ്ടല്ലോ. ആൾക്ക് ഇതൊക്കെ അത് ഇത് എടുത്തിട്ട് നമ്മൾ അധികം ട്രാവൽ ചെയ്തില്ലല്ലേ? കാക്കനാട് പോയി 34 കാണിക്കില്ല. ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. വഴി പറഞ്ഞ നേരെ പോയാൽ ഈ റൂട്ട് നിനക്കറിയാമോ? പ്രശാന്തിന്റെ വീട്ടിൽ പോകാൻ വേണ്ടി നമ്മള് ഫ്ലൈറ്റ് എടുത്തില്ലേ? മറ്റേ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് പാലാരിവട്ടം വന്ന് അതെ റൂട്ടാണ്. അതെ. ഈ കുണ്ടാട് കയറി ഇടയ്ക്ക് അടവൊക്കെ അല്ലാതെ നമുക്ക് ഇതൊന്നുമില്ല. 31 കാണിക്കണം. എറണാകുളം ടൗണിൽ സ്റ്റോപ്പ് ഇല്ല. നോർത്തിലുണ്ട്. അതെന്തോ എറണാകുളം ടൗൺ നോർത്ത് ഒന്നല്ലേ? ടൗണിൽ സ്റ്റോപ്പില്ല. അപ്പൊ ഉടനെ നോർത്തില്
രണ്ട് ക്യാമറ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കണം. എറണാകുളം ടൗണിലേക്ക് എപ്പോഴും എത്തും. അപ്പളത്തും അപ്പളത്തും റെക്കോർഡിംഗ് ആണ്. റെക്കോർഡിംഗ് ഇൻ പ്രോഗ്രസ്. കാർഡിങ് അല്ലേ? അമ്മര് പോയെന്ന് ആരാധന വണ്ടി ഓടി ഇവിടെ നിർത്താൻ പറ്റില്ല. ഫോണിനോട് ഞാൻ സംസാരിക്കും. ഇവിടെ നിർത്താൻ പറ്റില്ല. മാക്സിമം ട്രെയിൻ എത്തിയായിരുന്നു. ഹലോ സ്പീക്കർ എടുക്ക് പിന്നെ ഇതിന് പിന്നെ ഇല്ലില്ല. ഓക്കെ. ഹലോ ഓക്കെ ബെസ്റ്റ് ഞങ്ങൾ ഇന്ന പതുക്കെ വിടാം. ഓക്കെടാ. ഓക്കെ ബൈ ടേക്ക് കെയർ. എത്തിയിട്ടുണ്ട് മെസ്സേജ്. പയ്യെ നോക്കിയിട്ട് വില്ലിംഗ്ടൺ ഐലൻഡ് മാപ്പിലിട്ടു. എവിടെയാന്ന് വെച്ചാ പോവാം. എനിക്ക് അകത്തിനെ കുറച്ച് പഠിപ്പിക്കാം. ബേസിക്സ് ഓഫ് ഡ്രൈവിംഗ്. അധികം ഒന്നും ഓടിക്കണ്ടായിരുന്നു. കാറല്ലേ കുളത്തിൽ കിടക്കുന്നൊക്കെ. സൗണ്ട് മാറിയണ. പ്രശാന്ത് ഓടിക്കുമ്പോഴും ഞാൻ ഓടിക്കുമ്പോഴും സൗണ്ട്. എണ്ണ കുറവാട്ടാ. പെട്രോൾ അടിക്കണ്ട. ഫ്രണ്ട്സ് നോക്ക്, ഞാനും ആദർശം ഓടിക്കുന്നതിന്റെ. എടാ അത് എത്ര വർഷമാടാ? അതെ അവൻ എത്ര വർഷം ഓടിക്കണം? നീ എത്ര മാസം? 6 1 വർഷം പോലും ആയിട്ടില്ലല്ലോ. ആദർശ് വെച്ച സ്പീഡിൽ പ്രശാന്ത് സീൻ പറക്കണ്. ഇതുവഴി ഞങ്ങൾ നമുക്ക് തിരുവനന്തപുരത്ത് പോയാലടാ. നമ്മളിപ്പോ ഫോട്ടോ വെച്ച് തിരിക്കും. ഇതിന്റെ ഇടയിൽ കുറെ സംഭവങ്ങളൊക്കെ നടന്ന് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതെടുത്തില്ല. അത് ഞാൻ കാർ ഓടിക്കുന്നത്. ഡോക്ടർ ഡ്രൈവർ പ്രശാന്തായിരുന്നു. അത് തന്നെ എന്റെ ഒരു ഡ്രൈവിംഗ് ആയിരുന്നു കേസ്. കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ആദ്യ ദിവസം തന്നെ വണ്ടി 3rd ഗിയറിലൊക്കെ വെച്ചിട്ട് ഓടിക്കാനും പിന്നെ സ്റ്റോപ്പ് ചെയ്യണം എല്ലാം പഠിച്ച് അത്യാവശ്യം ഓടിക്കുന്നത്. എവിടെയല്ല കാസാക്കിച്ചൻ. എൻ്റെ ഫ്രണ്ട്സ് അല്ലല്ല കാസാക്കിച്ചൻ എന്തായാലും 1 മാസത്തേക്ക് ഫുൾ നിർത്തി. എന്ത് ഫുഡും അടുത്ത ആഴ്ച ഉണ്ടാവും. പറ്റി നോക്കാം. പറ്റി പട്ടിയാ? ഫുള്ള് നിർത്തി. തീർന്നു. ഇവിടെ എന്താണ് ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് ഇങ്ങനെ എഴുതി കളിക്കും. അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു. കാറിൽ പോ. ഇനി UK പോകുന്നത് ഇനി എപ്പോ കാണൂടാ? ഇനി ഒരു തിരിച്ചുവരവുണ്ടോ?